കണ്ണൂർ കണ്ട കേരളം കണ്ട ഏറ്റവും ബെസ്റ്റ് കോക്ടെയിൽ. ഈ കോക്ടെയിൽ ഒരു പ്രത്യേകതയുണ്ട്, ഇതിൽ ആൽക്കഹോൾ ഇല്ല. പക്ഷേ നിങ്ങൾ കണ്ണൂർ പോയി കഴിഞ്ഞാൽ ഈ കോക്ടെയിൽ കുടിക്കാണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അതൊരു മേജർ മിസ്സാണ്. നമസ്കാരം ഗൈസ്, നമുക്കിന്ന് കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ ക്യാരറ്റ്, പപ്പായ, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ക്യാരറ്റ് നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു പപ്പായ കട്ട് ചെയ്ത് ആ സീഡൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ പീസാക്കാം. അപ്പോഴേക്കും നമ്മളുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ടാവും. നല്ലവണ്ണം വെന്ത ക്യാരറ്റും അതിനൊപ്പം തന്നെ പപ്പായയും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ല അടിപൊളി ജ്യൂസ് പരുവത്തിലാവുമ്പോഴേക്കും നമുക്ക് നല്ല കട്ടിപ്പാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വെനില ഐസ്ക്രീം ആണ്. അപ്പോൾ വെനില ഐസ്ക്രീമും പാലും പപ്പായയും ക്യാരറ്റും പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലോണം ഗ്രൈൻഡ് ചെയ്യുക. സംഗതി ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കണ്ണൂർ കോക്ടെയിൽ റെഡി. പക്ഷേ തീർന്നില്ല, നമുക്കിനി കുറച്ച് ബൈറ്റിന് വേണ്ടി പൊമഗ്രനേറ്റും അതിന്റെ ഒപ്പം തന്നെ കുറച്ച് കോൺഫ്ലേക്സും കിസ്മിസും കാഷ്യൂസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണൂർ കോക്ടെയിൽ റെഡി. ഒരു സാധാരണ മിൽക്ക് ഷേക്ക്